നമസ്കാരം. ഹൈറേഞ്ച് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സുപ്രീം കോടതി നിയോഗിച്ച 5-അംഗ മേൽനോട്ട സമിതി മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ പരിശോധന നടത്തി. പരിശോധന എല്ലാ വർഷവും അണക്കെട്ടിൽ സന്ദർശനം നടത്തണമെന്ന സുപ്രീം കോടതി നിർദ്ദേശത്തെ തുടർന്ന് അതേസമയം മാധ്യമപ്രവർത്തകർ ഉദ്യോഗസ്ഥരുടെ ദൃശ്യങ്ങൾ പകർത്തിയത് കേരള പോലീസ് തടഞ്ഞു. ഇടുക്കിയിൽ ഹൈക്കോടതി പറയുന്നത് പോലെ ഗുരുതരമായ ഭൂമി പ്രശ്നമോ കയ്യേറ്റമോ ഇല്ലെന്ന് മുൻ മന്ത്രി എം എം മണി MLA. കോടതികൾ ഉന്നയിക്കുന്ന വിമർശനങ്ങളിൽ കാര്യമുണ്ടോ എന്ന് സർക്കാർ പരിശോധിക്കും. ഹൈക്കോടതിയെ സർക്കാർ വസ്തുതകൾ ധരിപ്പിക്കുമെന്നും എം എം മണി. ഉൽപാദന ചെലവ് വർദ്ധിച്ച സാഹചര്യത്തിൽ പാൽവില വർദ്ധിപ്പിക്കാൻ സർക്കാർ ഇടപെടൽ വേണമെന്ന ആവശ്യം. നിലവിൽ പാൽവിലയിൽ വർധനവ് വരുത്തിയത് 3 വർഷങ്ങൾക്ക് മുൻപ്. കാട്ടാന ജനവാസ മേഖലയിൽ തമ്പടിക്കുന്നത് കാഞ്ചാർ പേഴുങ്കണ്ടം മേഖലയിലെ ജനങ്ങളുടെ ഉറക്കം കെടുത്തുന്നു. പുലർച്ചയോടെ എത്തിയ കാട്ടാന മേഖലയിൽ വ്യാപക കൃഷിനാശം വരുത്തി. പേഴുങ്കണ്ടം പുതിയ പാലത്ത് ആന നാശം വിതച്ചത് തുടർച്ചയായ 2ാം ദിവസം. വിശദമായ വാർത്തകൾ. സുപ്രീം കോടതി നിയോഗിച്ച 5-അംഗ മേൽനോട്ട സമിതി മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ പരിശോധന നടത്തി. എല്ലാ വർഷവും അണക്കെട്ടിൽ പരിശോധന നടത്തണമെന്ന സുപ്രീം കോടതി നിർദ്ദേശത്തെ തുടർന്നായിരുന്നു പരിശോധന. അതേസമയം മാധ്യമപ്രവർത്തകർ ഉദ്യോഗസ്ഥരുടെ ദൃശ്യങ്ങൾ പകർത്തിയത് കേരള പോലീസ് തടഞ്ഞു. 2023 മാർച്ചിലാണ് സമിതി അവസാനമായി അണക്കെട്ടിൽ പരിശോധന നടത്തിയത്. അതിനുശേഷം അണക്കെട്ടിൽ നടത്തിയ അറ്റകുറ്റപ്പണികളും വള്ളക്കടവിൽ നിന്ന് മുല്ലപ്പെരിയാർ അണക്കെട്ടിലേക്ക് വനമേഖലയിലൂടെയുള്ള റോഡിന്റെ അവസ്ഥയും സംഘം പരിശോധിച്ചു. പുതിയ അണക്കെട്ട് നിർമ്മിക്കുന്നതിന്റെ ഭാഗമായി പഴയ അണക്കെട്ട് പൊളിക്കുമ്പോഴുണ്ടാകാവുന്ന പാരിസ്ഥിതിക ആഘാത പഠനത്തിനുള്ള അനുമതിക്കായി കേരള സർക്കാർ വനം പരിസ്ഥിതി മന്ത്രാലയത്തിനെ സമീപിച്ചത് തമിഴ്നാട് എതിർത്തിരുന്നു. ഈ സാഹചര്യം നിലനിൽക്കെയാണ് മേൽനോട്ട സമിതി അണക്കെട്ടിൽ സന്ദർശനം നടത്തിയത്. 2014 പെരിയാർ അണക്കെട്ട് നിരീക്ഷിക്കാനും പരിപാലിക്കാനും സുപ്രീം കോടതി 3-അംഗ മോണിറ്ററിംഗ് കമ്മിറ്റിയെ നിയോഗിച്ചിരുന്നു. പിന്നീട് ഇരു സംസ്ഥാനങ്ങളിൽ നിന്നും ഓരോ സാങ്കേതിക വിദഗ്ധരെ കൂടി ഉൾപ്പെടുത്തി ഇത് 5-അംഗ കമ്മിറ്റിയായി മാറ്റി. കേന്ദ്ര ജല കമ്മീഷൻ ചീഫ് എഞ്ചിനീയർ രാകേഷ് കശ്യപ് ചെയർമാനായുള്ള കമ്മിറ്റിയിൽ കേരളത്തെ പ്രതിനിധീകരിക്കുന്നത് പ്രിൻസിപ്പൽ സെക്രട്ടറി അശോക് കുമാർ സിംഗും ഇന്റർസ്റ്റേറ്റ് വാട്ടർ ചീഫ് എഞ്ചിനീയർ R പ്രിയേഷുമാണ്. കാവേരി സെൽ ചെയർമാൻ സുബ്രഹ്മണ്യം, അഡീഷണൽ ചീഫ് സെക്രട്ടറി സന്ദീപ് സക്സേന എന്നിവരാണ് തമിഴ്നാട് പ്രതിനിധികൾ. അതേസമയം മാധ്യമപ്രവർത്തകർ അണക്കെട്ടിൽ പരിശോധനയ്ക്കെത്തിയ ഉദ്യോഗസ്ഥരുടെ ദൃശ്യങ്ങൾ പകർത്തിയത് കേരള പോലീസ് തടഞ്ഞു. ഡ്യൂട്ടി ചെയ്യുന്നില്ല, ഇതിനു മുമ്പോട്ട് എല്ലാവരും ഡ്യൂട്ടി ചെയ്തിട്ടുണ്ടല്ലോ, അതിനാണ് അങ്ങനെ കാണിക്കുന്നത്. കൂറില്ല, അതുകൊണ്ട് തന്നെ ഞങ്ങളെ തീവ്രവാദികളോ? എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യും, നമ്മളെ തേക്കടി നിൽക്കാൻ നാളെ പോലെ നിങ്ങൾ വിഷയം എടുത്ത് വന്നാൽ മതി. മറുപടി പറയേണ്ട കാര്യം ചോദ്യം ചോദിക്കേണ്ട ആവശ്യം ഞങ്ങൾക്ക് അല്ലല്ല. ആ നിരക്കാണല്ലോ പെരുമാറി. അങ്ങോട്ട് മാറി നിന്ന് അല്ല, ആയിക്കോട്ടെ, അങ്ങോട്ട് മാറി നിന്ന് എടുത്ത് ഞങ്ങളെന്താ പോലെ കക്കാൻ വന്നാലോ? ഒന്നുമല്ല. ആ, നിങ്ങൾ സാറ് കാണിച്ച് ശരിയൊന്നുമല്ല കാണിച്ച്. അണക്കെട്ടിലെ പരിശോധനയ്ക്ക് ശേഷം കുമളി മുല്ലപ്പെരിയാർ ഇറിഗേഷൻ വിഭാഗം ഓഫീസിൽ സംഘം യോഗം ചേർന്നു. ഇടുക്കിയിൽ ഹൈക്കോടതി പറയുന്നത് പോലെ ഗുരുതരമായ ഭൂമി പ്രശ്നമോ കയ്യേറ്റമോ ഇല്ലെന്ന് മുൻ മന്ത്രി എം എം മണി MLA. കോടതികൾ ഉന്നയിക്കുന്ന വിമർശനങ്ങളിൽ കാര്യമുണ്ടോ എന്ന് സർക്കാർ പരിശോധിക്കുന്നുണ്ട്. ഹൈക്കോടതിയെ സർക്കാർ വസ്തുതകൾ ധരിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പട്ടയം എനിക്ക് പട്ടയമൊന്നുമില്ല, പാർട്ടിക്കുണ്ട്, പാർട്ടി ഓഫീസ്. അതെ, അതുകൊണ്ടിപ്പം ഞാനിപ്പം എനിക്ക് എന്റെ പിള്ളേർക്ക് കൊടുക്കാൻ പറ്റും. ഹൈക്കോടതി ഇപ്പോഴും കാര്യങ്ങൾ വ്യക്തമായിട്ട് അവിടെ അതൊക്കെ വേണ്ടപ്പെട്ടവർ അവതരിപ്പിക്കണം. ഞങ്ങൾ അവതരിപ്പിക്കേണ്ട ഘട്ടം വന്നാൽ ഞങ്ങൾ അവതരിപ്പിക്കും. ഹൈക്കോടതിയാണേലും ഏത് കോടതിയാണേലും അങ്ങനെയൊക്കെ ചിലപ്പം പറയും, വിമർശനം പറയും. ആ വിമർശനത്തിൽ എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് നോക്കുക, ഇല്ലെങ്കിൽ ഹൈക്കോടതിയെ ബോധ്യപ്പെടുത്തുക. ഇതൊക്കെയല്ലേ ചെയ്യുന്നത്. അങ്ങനെ ഈ പെടുന്ന വലിയ പ്രശ്നമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ഇടുക്കി ജില്ലയിൽ താമസിക്കുന്ന ആളാണ്, ഹൈറേഞ്ചിൽ നിയമിക്കുന്ന ആളാണ്. ഹൈറേഞ്ചിൽ എത്രയോ നൂറ്റാണ്ടായിട്ടുണ്ടാവും ആളുകൾ ജീവിക്കുക. അത് ചിലപ്പോ ഉണ്ടോന്നും നോക്കണം, എനിക്കറിയില്ല. അപ്പൊ കോടതി ചെല്ലേരി ശക്തമായി ഉന്നയിച്ചൊരു വിമർശനം അതന്നെ, അതെന്താ ഉണ്ടോന്നും നോക്കട്ടെ. പിന്നെ അത്
അത് പണ്ട് അതൊന്നും അത്ര എളുപ്പമൊന്നുമല്ല എടുക്കൽ. എനിക്ക് തോന്നുന്നു ഒരു 1.5 നൂറ്റാണ്ടായി കാണും തോന്നുന്നു തോട്ടം അവിടെ കമ്പനി സ്ഥാപിച്ചിട്ട്. അതിപ്പോ ഓടി ചെന്ന് ഭൂമി എടുക്കൽ അത്ര എളുപ്പമാണോ? അതൊന്നും അത്ര എളുപ്പമല്ല. നിയമപരമായി ഒരുപാട് നൂലാമാല ഉണ്ടാവും. എന്നാ കമ്മീഷൻ കണ്ടെത്തട്ടെ, എടുക്കട്ടെ, ആർക്ക് വരുമോ. ഭരണവിരുദ്ധ വികാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചതായി കരുതുന്നില്ലെന്ന് എം മണി. ഇടുക്കി ഉൾപ്പെടെ 20 ലോക്സഭാ മണ്ഡലങ്ങളെക്കുറിച്ചും പാർട്ടി സംസ്ഥാന കമ്മിറ്റി വിശദമായ ചർച്ചയും വിശകലനവും നടത്തും. കേരള കോൺഗ്രസ് പ്രവർത്തകർ വോട്ട് ചെയ്തില്ലെന്ന് നാട്ടുകാർ പറയും. പക്ഷേ വിഷയത്തിൽ തങ്ങൾ വിശകലനമൊന്നും നടത്തിയിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഇടുക്കി മണ്ഡലം എല്ലാ മണ്ഡലത്തെയും പറ്റി 20 മണ്ഡലത്തെ പറ്റിയും ഇന്ത്യയിലെ വിശകലനത്തെ പറ്റി എല്ലാം വിശകലനം നടത്തും പാർട്ടി. എന്നിട്ട് നാട്ടുകാരോട് പറയുകയും ചെയ്യും. അതിൽ സംസ്ഥാന കമ്മിറ്റിയൊന്നും കൂടിയില്ല, വരുന്നേ ഉള്ളൂ. ചില കോണിൽ ഭരണവിരുദ്ധ വികാരം ഉണ്ടെന്നൊക്കെ സംസ്ഥാന സർക്കാരിനെതിരായിട്ടുള്ള ഭരണവികാരം ഉണ്ടായിരുന്നു. അതാണ് UDF-ന് അനുകൂലമായെന്നുള്ള സംസാരം കുറച്ചിലൊക്കെ ഉണ്ട്. ഭരണവിരുദ്ധ വികാരമാണെന്നൊന്നും ഞങ്ങൾ കരുതുന്നില്ല. ഇതുവരെ അങ്ങനെ ഒരു നിഗമനത്തെ ഞങ്ങൾ എത്തിയിട്ടില്ല. എത്തിക്കഴിയുമ്പോ പറയാം. അവർ വോട്ട് ചെയ്തില്ല, നമുക്ക് കിട്ടിയില്ല എന്നപ്പോ ഞാനങ്ങനെ പറയും. വിലയിരുത്തൽ നടത്തിയല്ലേ പറയാൻ പറ്റുമോ. ഉൽപാദന ചെലവ് വർദ്ധിച്ച സാഹചര്യത്തിൽ പാൽവില വർദ്ധിപ്പിക്കാൻ സർക്കാർ ഇടപെടൽ വേണമെന്ന ആവശ്യം. നിലവിൽ 3 വർഷങ്ങൾക്ക് മുമ്പാണ് പാൽവിലയിൽ വർധനവ് വരുത്തിയത്. കാലിത്തീറ്റയുടെ ഉൾപ്പെടെ വില വർദ്ധിക്കുകയും പരിപാലന ചെലവ് വർദ്ധിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് പാൽവിലയിൽ വർധനവ് വരുത്താൻ ഇടപെടൽ വേണമെന്ന ആവശ്യം ഉയർന്നിട്ടുള്ളത്. പാൽവില വർദ്ധിപ്പിച്ച് ക്ഷീരമേഖലയെ രക്ഷിക്കാൻ സർക്കാർ ഇടപെടൽ വേണമെന്നാണ് ആവശ്യം. നിലവിൽ 3 വർഷങ്ങൾക്ക് മുമ്പാണ് പാൽവിലയിൽ വർധനവ് വരുത്തിയത്. ഈ വിലയിൽ ക്ഷീരമേഖല മുമ്പോട്ട് കൊണ്ടുപോകാനാകില്ലെന്നാണ് ക്ഷീരകർഷകരുടെ വാദം. കാലിത്തീറ്റയുടെ വിലയിൽ ഗണ്യമായ വർധനവുണ്ടായി. പരിപാലന ചിലവ് വർദ്ധിച്ചു. ഈ സാഹചര്യത്തിലാണ് പാൽവിലയിൽ വർധനവ് വരുത്താൻ ഇടപെടൽ വേണമെന്ന ആവശ്യം കർഷകർ മുമ്പോട്ട് വയ്ക്കുന്നത്. പാൽവില വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് 2018, 19, 2020, 2021 വർഷങ്ങളിലൊക്കെ കേരള സ്റ്റേറ്റ് മിൽക്ക് സൊസൈറ്റി അസോസിയേഷൻ 1 ലിറ്റർ പാലിന് 10 രൂപ വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ടിട്ട് ഗവൺമെൻറ് 4 രൂപ വർദ്ധിപ്പിച്ചു. 2020 പാൽ വില വർദ്ധിപ്പിച്ചത്. അതിനുശേഷം അടിക്കടി ഉണ്ടാകുന്ന കാലിത്തീറ്റ വിലവർദ്ധനവും പശു കൊടുക്കുന്ന മരുന്നുകളുടെ വിലവർദ്ധനവും എല്ലാം ഓരോ ഘട്ടങ്ങളിലും വിലവർദ്ധനവും മുമ്പോട്ട് പോകുമ്പോൾ ക്ഷീരകർഷകരെ സഹായിക്കുന്ന പദ്ധതികളും നടപ്പിലാക്കുന്നില്ല. എന്ന് മാത്രമല്ല, ക്ഷീരകർഷകർ ലഭിച്ചുകൊണ്ടിരുന്ന പശു ചത്തുപോയ ഇൻഷുറൻസിനകത്ത് പശു ചത്തുപോയ കണ്ടിജൻസ് ഫണ്ടായി 15,000 തന്നുകൊണ്ടിരുന്നു. അതുപോലും 2018 ശേഷം ഇങ്ങോട്ട് എടുത്തിട്ടില്ല. 2018 ആ സാമ്പത്തിക വർഷം നൽകിയ കണ്ടിജൻസ് ഫണ്ട് അപേക്ഷ പോലും ഡയറി ഡിപ്പാർട്ട്മെൻറ്റിലെ ജില്ലാ ഓഫീസിൽ നിന്ന് അതാത് DOമാരുടെ ഓഫീസിലേക്ക് തിരിച്ചയച്ച സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത്. 2018-19 സാമ്പത്തിക വർഷം നൽകിയ അതിനുശേഷം ഒരു കണ്ടിജൻസ് ഫണ്ടിൻ്റെ അപേക്ഷ മേടിക്കേണ്ട എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ പുതുതായിട്ട് കടന്നു വന്നിരിക്കുന്ന കന്നുകുട്ടി പരിപാലന പദ്ധതി, ഈ സാമ്പത്തിക വർഷം എല്ലാ പഞ്ചായത്തുകളും കന്നുകുട്ടി പരിപാലന പദ്ധതിക്ക് ഫണ്ട് മാറ്റിവെച്ചെങ്കിൽ പോലും പല ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തിക സ്ഥിതി മോശം എന്നുള്ളത് കൊണ്ട് ആ കന്നുകുട്ടി പരിപാലന പദ്ധതിയുടെ ഫണ്ട് അതാത് മൃഗസംരക്ഷണ വകുപ്പ് മാറ്റി വെച്ചിട്ട് ആ പൈസ ഇതുവരെ കർഷകർക്ക് കന്നുകുട്ടി പരിപാലന പദ്ധതി നടപ്പിലാക്കിയിട്ടില്ല. പാൽവില ശരിക്കും 1 ലിറ്റർ പാലിന് 10 രൂപ എങ്കിലും വർദ്ധിപ്പിച്ച് കർഷകരെ സഹായിക്കുകയും കാലിത്തീറ്റയുടെ വില 1550 എന്നുള്ളത് ആ കാലിത്തീറ്റ വില കുറച്ച് ഒരു 1000 രൂപ താഴെ കാലിത്തീറ്റ വില നൽകുന്ന സ്ഥിതി ഉണ്ടാവുകയും കർഷകർക്ക് ലഭ്യമാകുന്ന ആവശ്യാനുസൃതമായ മരുന്നുകൾ, പശുക്കൾക്കുണ്ടാകുന്ന രോഗങ്ങൾക്കുള്ള മരുന്നുകൾക്ക് ന്യായമായ വില കുറച്ചുകൊണ്ടും കർഷകരെ സഹായിക്കുന്ന സ്ഥിതി വിശേഷം ഉണ്ടാകണമെന്നാണ് കേരള സ്റ്റേറ്റ് മിൽക്ക് സൊസൈറ്റി അസോസിയേഷൻ പറയുന്നത്. ക്ഷീരമേഖലയിൽ മുമ്പ് കർഷകർക്ക് ലഭിച്ചിരുന്ന പല ആനുകൂല്യങ്ങളും വേണ്ടവിധം ലഭിക്കുന്നില്ലെന്ന ആക്ഷേപവും ക്ഷീരകർഷകർ മുമ്പോട്ട് വയ്ക്കുന്നു. ക്ഷീരമേഖലയെ പിടിച്ചു നിർത്തുവാൻ വേണ്ടുന്ന പദ്ധതികൾ സർക്കാർ നടപ്പിലാക്കുന്നില്ലെന്നും കാലിത്തീറ്റയുടെയും കാലികൾക്ക് നൽകേണ്ടി വരുന്ന മരുന്നിന്റെയും വില കുറയ്ക്കാൻ ഇടപെടൽ ഉണ്ടാകണമെന്ന ആവശ്യവും കർഷകർക്കുണ്ട്. പാൽവിലയിൽ 10 രൂപയുടെയെങ്കിലും വർധനവ് കാലാനുസൃതമായി വരുത്തിയാൽ മാത്രമേ ക്ഷീരമേഖല നിലനിന്ന് പോകൂവെന്നും കർഷകർ പറയുന്നു. കാട്ടാന ജനവാസ മേഖലയിൽ തമ്പടിക്കുന്നത് കാഞ്ചാർ പേഴുങ്കണ്ടം മേഖലയിലെ ജനങ്ങളുടെ ഉറക്കം കെടുത്തുന്നു. പുലർച്ചയോടെ എത്തിയ കാട്ടാന മേഖലയിൽ വ്യാപക കൃഷിനാശം വരുത്തി. തുടർച്ചയായി 2ാം ദിവസമാണ് പേഴുങ്കണ്ടം പുതിയ പാലത്ത് ആന നാശം വിതച്ചത്. കഴിഞ്ഞ ദിവസം രാത്രി ജനവാസ മേഖലയിലെത്തിയ കാട്ടാന 6ഓളം കർഷകരുടെ കൃഷിദേഹണ്ഡങ്ങൾ നശിപ്പിച്ചു. കൂടാതെ വീടുകളുടെ സമീപം വരെയാണ് കാട്ടാന എത്തുന്നത്. ഇതോടെ ഭയപ്പാടോടെ ഉറക്കമളച്ചു രാത്രികാലം തള്ളി നീക്കേണ്ട ഗതികേടിലാണ് മേഖലയിലെ കർഷകർ. കാര്യങ്ങൾ കിടന്നുറങ്ങാൻ പറ്റുകയല്ല. രാത്രി ഈ സമയം
രാത്രി ഈ സമയം ജീവന ഭയമാണ്. ആന എപ്പോഴാ വരുന്ന വീട് ഇറക്കുന്നതെന്ന് അറിയാൻ പറ്റില്ല. കൃഷി മുഴുവൻ പോയി, കൃഷി ബാക്കിയില്ല. അത്യാവശ്യം ഒരു വാഴക്കൊത്തെങ്കിലും വെട്ടിക്കൊടുക്കാനുള്ള അത് പോയി. വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിലേക്ക് കടക്കാതിരിക്കാൻ 30 വർഷങ്ങൾക്ക് മുമ്പ് വനാതിർത്തിയിൽ നിർമ്മിച്ച ട്രെഞ്ചിന് നാശം സംഭവിച്ചതോടെയാണ് വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിലേക്ക് എത്താൻ തുടങ്ങിയത്. കാട്ടാനയ്ക്ക് പുറമെ കാട്ടുപന്നികളുടെയും വാനരന്മാരുടെയും ശല്യം മേഖലയിൽ രൂക്ഷമാണെന്നും നാട്ടുകാർ പറയുന്നു. ഇപ്പോൾ ഈ പുതിയ പാലം ഭാഗത്ത് ഒരു 3-4 ദിവസമായിട്ട് തുടർച്ചയായിട്ട് ആനയുടെ ശല്യം രൂക്ഷമായിരിക്കുകയാണ്. മെനിയാന്നാണെങ്കിലും ഇവിടെ കയറി വന്നു, ഇന്നലെ അതുപോലെ തന്നെ കയറി വന്നു. വളരെയധികം കൃഷികൾ നശിപ്പിച്ചിട്ടുണ്ട്. അവിടുത്തെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ നേരത്തെ ഇവിടെ ട്രെഞ്ച് ഉണ്ടായിരുന്നു, അതെല്ലാം നശിച്ചു പോയതിൻ്റെ ഒരു കുഴപ്പങ്ങളുമുണ്ട്. അതൊന്ന് പുതുക്കി പണിയുകയും പിന്നെ ഫോറസ്റ്റുകാരുടെ ഭാഗത്തു നിന്ന് ഈ ഫെൻസിങ് അങ്ങനെ എന്തെങ്കിലും ഒരു സംവിധാനം വരുവാണെങ്കിൽ മാത്രമേ ഈ ആനയുടെ ശല്യം ഒഴിവാക്കാൻ പറ്റുള്ളൂ. വർഷങ്ങൾക്ക് മുമ്പ് മാത്രമാണ് മേഖലയിൽ കാട്ടാന ഇറങ്ങിയിട്ടുള്ളത്. അതിനുശേഷം ഇപ്പോൾ സ്ഥിരമായി കാട്ടാന എത്തുന്നത് ആളുകളെ ആശങ്കയിലാക്കുകയാണ്. വന്യമൃഗശല്യത്തിനെതിരെ ശാശ്വതമായ പരിഹാരമാണ് വേണ്ടതെന്നും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ രാത്രികാല പെട്രോളിംഗ് ശക്തമാക്കുമെന്ന് ഉറപ്പു നൽകിയിട്ടുണ്ടെന്നും ഗ്രാമപഞ്ചായത്ത് അംഗം സന്ധ്യ ജയൻ പറഞ്ഞു. തുടർച്ചയായി ഇപ്പോൾ 2 ദിവസമായി കൃഷിയിടങ്ങളിൽ ആന കയറി അതിഭയങ്കരമായ രീതിയിൽ നാശനഷ്ടം വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയുള്ള ആളുകൾ സത്യം പറഞ്ഞാൽ വല്ലാത്തൊരവസ്ഥയിലാണ്. കഴിഞ്ഞ കൊടും വരൾച്ചയെ അതിജീവിച്ച് കുറച്ച് ഏലമാണ് നിലനിൽക്കുന്നത്. അതിനകത്ത് ഇപ്പം ഇതുപോലെയുള്ള നാശനഷ്ടം വരുമ്പോൾ അടുത്ത ദിവസങ്ങളിൽ ഇത് പ്രതീക്ഷിക്കുകയാണ്. അണ്ണൻ ചക്കയൊക്കെ തിന്നിട്ടുണ്ട്, വാഴ തിന്നിട്ടുണ്ട്. അപ്പം വനാതിർത്തിയിൽ തന്നെ ആന ഉള്ളതായിട്ടാണ് ഇവിടെ കുറച്ച് ആളുകൾ കണ്ടിട്ടുണ്ട് ആനയെ. അപ്പോൾ വനം വകുപ്പ് അധികൃതരെ നമ്മൾ വിവരം അറിയിച്ചിട്ടുണ്ട്. ഇന്ന് രാത്രിയിലുടനീളം അവർ ഇവിടെ കാവലേർപ്പെടുത്തുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ജനങ്ങൾ കടുത്ത ആശങ്കയിലാണ്. ഇതിന് ശാശ്വത പരിഹാരമാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. ഇതിനായി ട്രഞ്ച് അതുപോലെ തന്നെ ഫെൻസിങ് ഒക്കെ ആവശ്യമാണ്. ട്രഞ്ച് പഴയ കാലത്തുണ്ടായിരുന്ന ട്രഞ്ചൊക്കെ മൂടിയിട്ടുണ്ട്. അതുകൊണ്ട് ആനയ്ക്ക് യഥേഷ്ടം കടന്നു വരാം. ആന മാത്രമല്ല മറ്റു വന്യജീവികൾ, കുരങ്ങ്, കാട്ടുപന്നി അടക്കം എല്ലാം കൃഷി നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. മുഹമ്മദ് അലി കോപ്പാറ, ചെമ്പനാനിക്കൽ ജെയിംസ്, മനോജ് വടക്കൻ പറമ്പിൽ, സുകുമാരൻ ചെമ്പൻകുളം, മുഴിയിൽ പാപ്പച്ചൻ, തിരുവിക്കൽ ചാക്കോ, ഇടത്തുംപടിക്കൽ ജോസഫ് എന്നിവരുടെ കൃഷിയിടങ്ങളിലാണ് കാട്ടാന നാശം വിതച്ചത്. ഏലം, വാഴ, തെങ്ങ്, ജാതി, കുരുമുളക് തുടങ്ങിയ കൃഷിദേഹണ്ഡങ്ങൾ നശിപ്പിച്ചു. ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടമാണ് കർഷകർക്കുണ്ടായിരിക്കുന്നത്. മറയൂരിൽ ജനവാസ മേഖലയിൽ ഇറങ്ങി കാട്ടുകൊമ്പൻ പടയപ്പ. മൂന്നാർ മറയൂർ റോഡിൽ ഇറങ്ങിയ കാട്ടുകൊമ്പൻ ഗതാഗത തടസ്സം തീർത്തു. റോഡിൽ കാട്ടാനയെ കണ്ടതോടെ ബൈക്ക് യാത്രികർ ഭയന്ന് ബൈക്ക് ഉപേക്ഷിച്ച് ഓടി രക്ഷപ്പെട്ടു. മൂന്നാർ മേഖലയിൽ നിന്നും പടയപ്പ വീണ്ടും മറയൂരിലെത്തിയതോടെ കുടുംബങ്ങൾ ആശങ്കയിലാണ്. മൂന്നാറിലെ എസ്റ്റേറ്റ് മേഖലകളിലൂടെ ചുറ്റിത്തിരിഞ്ഞിരുന്ന കാട്ടുകൊമ്പൻ പടയപ്പ നിലവിൽ മറയൂരിലെ ജനവാസ മേഖലകളിലാണ് തമ്പടിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ഒരാഴ്ചയായി പാമ്പൻ മലയിൽ നിലയുറപ്പിച്ചിരിക്കുന്ന പടയപ്പ മൂന്നാർ മറയൂർ റോഡിലിറങ്ങി ഗതാഗത തടസ്സം തീർത്തു. ഇരുചക്ര വാഹനത്തിൽ പശുവിന് പുല്ലുമായി പോകുകയായിരുന്ന യുവാക്കൾ പടയപ്പയുടെ തൊട്ടരികിൽ വരെ എത്തി. റോഡിൽ കാട്ടാനയെ കണ്ടതോടെ ബൈക്ക് യാത്രികർ ഭയന്ന് ബൈക്ക് ഉപേക്ഷിച്ച് ഓടി രക്ഷപ്പെട്ടു. കാട്ടാന റോഡിലിറങ്ങിയ സമയം വിദ്യാർത്ഥികളടക്കം പ്രദേശത്ത് യാത്രക്കാരായി ഉണ്ടായിരുന്നെന്നാണ് സമീപവാസികൾ നൽകുന്ന വിവരം. മൂന്നാർ മേഖലയിൽ നിന്നും പടയപ്പ വീണ്ടും മറയൂരിലെത്തിയതോടെ കുടുംബങ്ങൾ ആശങ്കയിലായി. മാസങ്ങൾക്ക് മുമ്പും പടയപ്പ സമാന രീതിയിൽ മറയൂർ മേഖലയിൽ എത്തിയിരുന്നു. ജനവാസ മേഖലയിലൂടെ ചുറ്റിത്തിരിഞ്ഞ പടയപ്പ പ്രദേശത്ത് ചില നാശനഷ്ടങ്ങൾ വരുത്തുകയും ചെയ്തു. പിന്നീട് കാട്ടുകൊമ്പൻ മൂന്നാറിലേക്ക് മടങ്ങിയെത്തി. ഇതിനുശേഷമാണിപ്പോൾ പടയപ്പ വീണ്ടും മറയൂരിലെ ജനവാസ മേഖലയിൽ എത്തിയിട്ടുള്ളത്. മലേഷ്യയിൽ ജോലി വാഗ്ദാനം ചെയ്ത് പണം തട്ടിയെടുത്തതായി പരാതി. തട്ടിപ്പിനിരയായ 3 പേർ തൊടുപുഴ ഡിവൈഎസ്പിക്ക് പരാതി നൽകി. മുട്ടം മാത്തപ്പാറ സ്വദേശി KJ അമലിനെതിരെയാണ് പരാതി. മലേഷ്യയിൽ സൂപ്പർ മാർക്കറ്റിൽ ജോലി വാഗ്ദാനം ചെയ്ത അമലിന് 2,20,000 രൂപ വീതം 6 പേർ നൽകിയതായാണ് പരാതി. മുട്ടം സ്വദേശി ഷോണറ്റ്, ഇടമറുകു സ്വദേശി അഞ്ജന മോഹൻ, മൂലമറ്റം സ്വദേശി ജിപ്സിമോൾ ജെയ്സൺ എന്നിവരാണ് തൊടുപുഴ ഡിവൈഎസ്പിക്ക് നിലവിൽ പരാതി നൽകിയിരിക്കുന്നത്. അമലും കൂട്ടാളികളായ ജിബിൻ സണ്ണി, ഹരിപ്പാട് സ്വദേശികളായ ജോൺ, മനോജ് എന്നിവരും ചേർന്ന് പണം തട്ടിയെടുക്കുകയായിരുന്നുവെന്ന് ഇവർ പറയുന്നു. ഞങ്ങൾ ഒരുമിച്ച് ജോലി ചെയ്ത അമൽ KJ എന്ന് പറഞ്ഞ ആളുടെ വിശ്വാസപ്രകാരമാണ് മലേഷ്യക്ക് അയോൺ മാൾ എന്ന് പറഞ്ഞ ഒരു കമ്പനിയിലേക്ക് ബില്ലിങ്ങിലേക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞ എന്റെ അറിവിലുള്ള 6 പേരില് ഞങ്ങൾ 6 പേര് 2,20,000 രൂപ വെച്ചിട്ട് മുട്ടത്തുള്ള അമൽ KJ, മാത്തപ്പാറയിലാണ് വീട്, അവന്റെ അക്കൗണ്ടിലേക്ക് നമ്മൾ പൈസ കൊടുത്തു. പൈസ കൊടുത്തത് ഫസ്റ്റ് എമൗണ്ട് 50,000 രൂപ ഡിസംബർ 1-ാം തീയതി കൊടുത്തു.
അത് കഴിഞ്ഞ് ജനുവരി 28-ാം തീയതിയോടുകൂടി ഫുൾ എമൗണ്ട് ഞങ്ങൾ 6 പേരും കൊടുത്തു. അത് കഴിഞ്ഞിട്ട് 6 മാസമായിട്ട് അതിനെപ്പറ്റിയുള്ള ഒരു വിവരവും ഇല്ല. മാർച്ച് 9-ാം തീയതി ഒരു ഫേക്ക് ടിക്കറ്റ് ഇട്ട് വന്നത്. ഫേക്കാന്ന് ഞങ്ങൾ അറിയാൻ കാരണം എന്റെ ജെൻഡറിന്റെ സ്ഥാനത്ത് മെയിൽ എന്ന് പറഞ്ഞു വന്നതുകൊണ്ടാണ് നമ്മളത് അറിഞ്ഞത്. അത് കഴിഞ്ഞ് എയർപോർട്ടിലേക്ക് വിളിച്ചു എയർപോർട്ടിൽ ഫേക്ക് ടിക്കറ്റാന്ന് പറഞ്ഞത്. അത് കഴിഞ്ഞ് അവിടുത്തെ മലേഷ്യയിലാന്ന് പറഞ്ഞ ഒരു വർക്ക് പെർമിറ്റ് നമുക്ക് ഇട്ട് തന്നായിരുന്നു, അതും ഫേക്ക് ആണ്. അപ്പൊ ഇപ്പൊ വിളിച്ചിട്ട് ഒരു റെസ്പോൺസും ഇല്ല. നമ്മൾ വീട്ടിൽ ചെന്ന് സംസാരിച്ചാലും അവർക്ക് ഒന്നും അറിയത്തില്ലാത്ത രീതിയിലാണ് സംസാരിക്കണേ. ഇപ്പൊ അമലിന്റെ അടുത്ത് നമ്മൾ ചോദിക്കുവാണെങ്കിൽ അമല് പറയണേ എനിക്കൊന്നും അറിയത്തില്ല, വേറെ പല പല ആൾക്കാരുടെ പേരാ പറയണേ. നമ്മൾ പൈസ ഇട്ട് കൊടുത്തേക്കണേ അമൽ KJ, ജിബിൻ സണ്ണി, മനോജ് കുമാർ S ഇത്രയും പേരുടെ പേരില്ല. അമൽ KJ, ജിബിൻ സണ്ണിയും മുട്ടത്ത് താമസിക്കുന്നവരാ. പക്ഷെ ഇവരെല്ലാവരും ഇപ്പൊ അർമേനിയയിലാണ്. പിന്നെ ജോണ, മനോജ് ഇവര് ഹരിപ്പാട് താമസിക്കുന്നവരാ. ഇവരെ നമ്മളെ പറ്റിച്ചതാണ്. ഇനി ഞങ്ങളെ പോലെ ഒരു സ്ഥിതി ആർക്കും വരല്ലെന്നാ. 6 മാസം മുമ്പാണ് അമലിന് ഇവർ പണം നൽകിയത്. പിന്നീട് ജോലിയും പണവും ലഭിക്കാതെ വന്നതോടെ പോലീസിനെ സമീപിക്കുകയായിരുന്നു. ഒരാൾക്ക് വിമാന ടിക്കറ്റും പിന്നീട് വർക്ക് പെർമിറ്റും അയച്ചു നൽകിയെങ്കിലും ഇത് വ്യാജമായിരുന്നെന്ന് പിന്നീട് വ്യക്തമായി. ഇതിനിടെ ജോലിക്കായി രേഖകൾ തയ്യാറാക്കിയ കോട്ടയം സ്വദേശി 60,000 രൂപ വീതം 4 പേർക്ക് മടക്കി നൽകി. ഇപ്പോൾ അർമേനിയയിലുള്ള അമലിനെ പലതവണ ബന്ധപ്പെട്ടെങ്കിലും ഇയാൾ ഫോൺ എടുക്കാറില്ലെന്ന് തട്ടിപ്പിനിരയായവർ പറഞ്ഞു. ഇയാളുടെ വീട്ടുകാരെ ബന്ധപ്പെട്ടെങ്കിലും അവരും ഒഴിഞ്ഞു മാറുകയായിരുന്നു. ജോണാണ് പണം തട്ടിയെടുത്തതെന്നും പരാതിക്കാർ പറയുന്നു. അമലിന്റെ വീട്ടുകാരെ ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോഴത്തേനും അവർ പറഞ്ഞത് നിങ്ങൾ കേസുമായിട്ട് തന്നെ പൊക്കോളാനാ പറഞ്ഞത്. അവന്റെ അച്ഛനോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അച്ഛൻ പറഞ്ഞത് അവർക്ക് എന്നാലും ഇത്ര എമൗണ്ട് നമുക്ക് തരാനില്ല, അതുകൊണ്ട് കേസായിട്ട് തന്നെ പൊക്കോ. അമലൊന്നും പറഞ്ഞിട്ടില്ല. അവർ പറയുന്നത് അമലല്ല, മറ്റേ ജോൺ എന്ന് പറഞ്ഞ ഒരു പുള്ളിയാണ് അമലിനെ പറ്റിച്ചിട്ടേക്കണെന്നാണ് പറയുന്നത്. ഞങ്ങൾ മാത്രമല്ല പെട്ടേക്കണേ, ഇതുപോലെ അവിടെ അർമേനിയയിൽ പോയിട്ട് തിരിച്ചു വന്ന ആൾക്കാരുണ്ട്. മുട്ടത്താണേലും പിന്നെ പിറവിത്താനം അവിടെയൊക്കെ പോയിട്ട് അവന്റെ അടുത്ത് പോയിട്ട് തിരിച്ചു വന്നവർ ഇഷ്ടം പോലെ ഉണ്ട്. അമല തന്നെ കൊണ്ടുപോയതാ. ഞങ്ങളെ മാത്രമല്ല, അതിപ്പം കുറെ സ്റ്റേഷനിൽ ഒക്കെ അങ്ങനെ വന്നിട്ടുണ്ടെന്നാ പറഞ്ഞേ പരാതിയായിട്ട്. പക്ഷെ ആരും ഇങ്ങനെ മുന്നോട്ട് പറയാൻ വേണ്ടി നിക്കണില്ല. ഇപ്പൊ ഞങ്ങളുടെ പൈസയാണേലും കിട്ടുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു പോലീസ് സ്റ്റേഷനിൽ കൊടുത്തത് കൊണ്ട്. പക്ഷെ അമല അത് കഴിഞ്ഞിട്ട് നമ്മളിത് ഫേക്കാന്നൊക്കെ ഞങ്ങൾക്കെല്ലാം മനസ്സിലായെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അമല നമുക്ക് മെസ്സേജ് പോലും അയക്കുന്നില്ല. മെസ്സേജ് അഥവാ നമ്മൾ അന്ന് നമ്മൾ ജനുവരി 28-ന് പൈസ കൊടുത്തു കഴിഞ്ഞു. പിന്നെ ഒരു കോള് നമ്മളെ വിളിച്ചിട്ടില്ല, നമ്മൾ പിന്നെ സംസാരിച്ചിട്ടില്ല അവനുമായിട്ട്. മൊത്തം വോയിസ് കോളും മെസ്സേജും. അത് രാത്രി 1 മണി 2 മണിക്കൊക്കെയാ നമുക്ക് തരുന്നത്. അമലും സംഘവും നേരത്തെയും ജോലി വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് നടത്തിയതായും സൂചനയുണ്ട്. മലേഷ്യയിൽ ജോലിക്കായി പോയ യുവാവ് തട്ടിപ്പിനിരയായതിനെ തുടർന്ന് അവിടെ പോലീസ് പിടികൂടി തിരിച്ചയച്ചതായും വിവരമുണ്ട്. മൂന്നാർ ഗ്യാപ്പ് റോഡിൽ വീണ്ടും സാഹസിക ഡ്രൈവിംഗ്. ഓട്ടത്തിനിടെ കാറിന്റെ ഗ്ലാസ് വിൻഡോയിലൂടെ തലയും ശരീരവും പുറത്തിട്ടാണ് യുവാവ് യാത്ര ചെയ്തത്. സംഭവം ശ്രദ്ധയിൽപ്പെട്ടതായും നടപടി സ്വീകരിക്കുമെന്നും മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചു. ഓട്ടത്തിനിടെ കാറിന്റെ ഗ്ലാസ് വിൻഡോയിലൂടെ തലയും ശരീരവും പുറത്തിട്ട യുവാവ് നിലയുറപ്പിച്ചാണ് യാത്ര ചെയ്തത്. മൊബൈലിൽ പ്രദേശത്തിന്റെ ദൃശ്യങ്ങൾ പകർത്താനാണ് യുവാവ് വിൻഡോയിലൂടെ പുറത്തേക്ക് നിൽക്കുന്നത്. പത്തനംതിട്ട രജിസ്ട്രേഷനിലുള്ള വാഹനത്തിന്റെ ഉടമ കോഴിക്കോട് സ്വദേശിയാണ്. സംഭവം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും നടപടി സ്വീകരിക്കുമെന്നും മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചു. കഴിഞ്ഞ ദിവസം ബൈസൺവാലി സ്വദേശി ഓടിച്ച വാഹനത്തിൽ യുവതിയും യുവാവും സമാനമായ രീതിയിൽ യാത്ര ചെയ്തിരുന്നു. ഈ സംഭവത്തിൽ ഡ്രൈവറുടെ ലൈസൻസ് റദ്ദാക്കി കർശന നടപടി സ്വീകരിച്ചിരുന്നു. ബൈസൺവാലി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ കെടുകാര്യസ്ഥതയ്ക്കും അഴിമതിക്കുമെതിരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ബൈസൺവാലി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൂട്ടധർണയും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് ഓഫീസ് പടിക്കൽ നടന്ന കൂട്ടധർണയും തുടർന്ന് പൊട്ടൻകാട് ടൗണിൽ നടന്ന പൊതുസമ്മേളനവും ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ബാബു P. കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് നിർത്തിവച്ചിരിക്കുന്ന ആംബുലൻസ് സർവീസ് പുനരാരംഭിക്കുക, നഷ്ടത്തിലൂടുന്ന ബേക്കറി യൂണിറ്റിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് വിജിലൻസ് അന്വേഷണം നടത്തുക, ലൈഫ് മിഷൻ പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ള മുഴുവൻ ആളുകൾക്കും ഭവന നിർമ്മാണത്തിന് തുക അനുവദിക്കുക, പഞ്ചായത്തിന്റെ വിവിധ വാർഡുകളിൽ പൊതുസ്ഥലത്ത് കെട്ടിക്കിടക്കുന്ന മാലിന്യം നീക്കം ചെയ്യുന്നതിന് നടപടി സ്വീകരിക്കുക, പഞ്ചായത്ത് ഭരണസമിതിയുടെ കെടുകാര്യസ്ഥതയും അഴിമതിയും അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ബൈസൺവാലി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൂട്ടുധർണയും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചത്. ഗ്രാമപഞ്ചായത്ത് ഓഫീസ് പടിക്കലും പൊട്ടൻകാട് ടൗണിലുമായി നടന്ന പ്രതിഷേധ പൊതുയോഗം അടിമാലി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ബാബു P. കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു. ഒരു ഭരണം നിലനിർത്താൻ എന്ത് അവിഹിത മാർഗവും ചിന്തിക്കുന്ന പാർട്ടിയാണ് ഇടതുപക്ഷമെന്ന് അദ്ദേഹം ആരോപിച്ചു. ഒരു പഞ്ചായത്ത് ഭരണസമിതി എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് എന്ന് ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ
കഴിയില്ല എന്നത് ഒരു വസ്തുത തന്നെയാണ്. ഒരു ഭരണം നിലനിർത്താൻ എന്ത് അവിഹിത മാർഗത്തിലൂടെ കഴിയുമെന്ന് ചിന്തിക്കുന്ന ഒരു ഭരണ സമൂഹമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് കേരളത്തിലെ ഓരോ മേഖലയിലും പ്രവർത്തനം കാണുമ്പോൾ ഇന്ന് നമുക്ക് മനസ്സിലാവും. നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ ഇവിടെ പ്രധാനമായും പറയുന്നത് ഇവിടുത്തെ ആംബുലൻസിനെ സംബന്ധിച്ച പ്രധാനമായ ഒരു ആവശ്യം, ആ ആംബുലൻസ് നമ്മുടെ ഇവിടുത്തെ MLA രാജ കൊടുത്തതാണെന്നാണ് പറഞ്ഞത്. ഈ രാജ ഇപ്പോഴും ഇവിടെ ജീവിച്ചിരിപ്പുണ്ടല്ലോ, MLA ആണല്ലോ. ഇതേപ്പറ്റി ഒന്ന് പരിശോധിക്കാൻ അദ്ദേഹത്തിന് കഴിയണ്ടേ? വേണ്ട, ഇവിടുത്തെ പ്രസിഡന്റിന് ഈ രാജയോട് പോയി ഇതിന്റെ പ്രവർത്തനം നടത്താൻ, ഈ വഴിയിൽ കിടക്കുന്ന ഈ വണ്ടിയെ സംരക്ഷിക്കാൻ, ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി പറയാൻ ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് തയ്യാറാവട്ടെ. മണ്ഡലം പ്രസിഡന്റ് തോമസ് നിരവത്തുപറമ്പിലിന്റെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധത്തിൽ സിജു ജേക്കബ്, ഡാനി വേരംപ്ലാക്കൽ, വിജയ് ജോസഫ്, അലൂഷി തിരുതാളിൽ, സന്തോഷ് ഭാസ്കരൻ, അഭിലാഷ് മാത്യു, TM രതീഷ് തുടങ്ങിയവർ സംസാരിച്ചു. ആംബുലൻസ് സർവീസ് പുനരാരംഭിക്കുന്നതുവരെ ശക്തമായ സമരവുമായി മുന്നോട്ടു പോകുമെന്ന് മണ്ഡലം കമ്മിറ്റി മുന്നറിയിപ്പ് നൽകി. കേരള വ്യാപാരി വ്യവസായി സമിതി ഇടുക്കി ജില്ലാ പ്രവർത്തക കൺവെൻഷൻ കട്ടപ്പനയിൽ നടന്നു. സംസ്ഥാന സെക്രട്ടറി ES ബിജു ഉദ്ഘാടനം ചെയ്തു. കട്ടപ്പന കാർഡമം വാലി ലയൺസ് ക്ലബ് ഹാളിൽ വെച്ചാണ് പരിപാടി നടന്നത്. സംസ്ഥാന സെക്രട്ടറി ES ബിജു സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തെ ചെറുകിട വ്യാപാരികളെ ഉൾപ്പെടെ ചേർത്ത് നിർത്തി സംരക്ഷിക്കുന്ന സമീപനമാണ് സമിതിക്കുള്ളതെന്ന് ES ബിജു പറഞ്ഞു. വ്യാപാരികളായിട്ടുള്ള ആളുകൾക്ക് വ്യത്യസ്ത രാഷ്ട്രീയങ്ങൾ ഉണ്ടാവാം. വ്യാപാരികളായിട്ടുള്ള ആളുകൾ വ്യത്യസ്ത രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നവരുമാവാം. അവരുടെ ജാതിയോ മതമോ രാഷ്ട്രീയമോ അവരുടെ വർണ്ണലിംഗ ഭാഷാ വ്യത്യാസങ്ങളുടെയോ അടിസ്ഥാനത്തിലല്ല വ്യാപാരി വ്യവസായ സമിതി നിലപാടെടുക്കുന്നത്. അവർ ജീവിതാവശ്യത്തിന് വേണ്ടി ഒരു വ്യാപാരമോ വ്യവസായമോ തുടങ്ങുന്നവരാണെങ്കിൽ, അത് നടത്തുന്നവരാണെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന സംഘടന എന്ന നിലയിലാണ് ഇന്ന് കേരളത്തിൽ വ്യാപാരി വ്യവസായ സമിതി പ്രവർത്തിക്കുന്നത്. യോഗത്തിൽ സംസ്ഥാന നാടക അവാർഡ് ജേതാവ് KC ജോർജ്, നാഷണൽ യോഗ ചാമ്പ്യൻഷിപ്പ് ജേതാവ് ദുർഗ മനോജ്, +2 പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ ലക്ഷ്മിപ്രിയ K രഘു എന്നിവരെ ആദരിച്ചു. ജില്ലാ പ്രസിഡന്റ് റോജി പോൾ അധ്യക്ഷനായിരുന്നു. ജില്ലാ സെക്രട്ടറി സാജൻ കുന്നേൽ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. CPM കട്ടപ്പന ഏരിയ സെക്രട്ടറി VR സുചി, സംഘാടക സമിതി ചെയർമാൻ മജീഷ് ജേക്കബ്, ഏരിയ പ്രസിഡന്റ് VA അൻസാരി, നൌഷാദ് ആലുമൂട്ടിൽ, ധനേഷ് കുമാർ, അമ്പിളി രവികല, ജോസ് പുലിക്കോടൻ, അനൂപ് കുമാരൻ, സരിൻ തൊടുപുഴ, ബിനു നെല്ലിക്കുന്നേൽ, ലെനിൻ സോമൻ തുടങ്ങിയവർ സംസാരിച്ചു. സമ്മേളനത്തിൽ പുതിയ അംഗത്വ വിതരണവും നടന്നു. പ്രജിൻ ബാബു, റീന കുര്യാച്ചൻ, KK വിജയൻ, അനൂപ് മറയൂർ എന്നിവർ നേതൃത്വം നൽകി. 200ഓളം പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഇടുക്കി ജില്ലാ വൈസ് പ്രസിഡന്റായി മജീഷ് ജേക്കബിനെയും ഷിനോജ് വിവാസിനെയും ഇടുക്കി ജില്ലാ കമ്മിറ്റിയിലേക്ക് തെരഞ്ഞെടുത്തു. പോലീസ് അസോസിയേഷന്റെ സ്ഥാപക ദിനാചരണവും ഇടുക്കി ജില്ലാ പോലീസ് സഹകരണ സംഘം പലിശയിളവ് വിതരണവും നടന്നു. കട്ടപ്പന പോലീസ് സ്റ്റേഷൻ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ജില്ലാ പോലീസ് മേധാവി വിഷ്ണു പ്രദീപ് TK ഉദ്ഘാടനം ചെയ്തു. 1979 രൂപീകരിച്ച പോലീസ് സംഘടനയുടെ 45ാമത് സംഘടനാ രൂപീകരണ ദിനം കേക്ക് മുറിച്ചാണ് ജില്ലാ പോലീസ് മേധാവി ഉദ്ഘാടനം ചെയ്തത്. സംഘടനകളുടെ പ്രാധാന്യം എന്താണെന്നുള്ളത് ഞാൻ പ്രത്യേകിച്ച് നിങ്ങൾക്ക് പറഞ്ഞതിന്റെ ആവശ്യമില്ല. ഒരുപാട് വളരെയേറെ ടോക്സിക് ആയിട്ടുള്ള വർക്ക് കൾച്ചർ നിലനിൽക്കുന്ന ഒരു സിസ്റ്റത്തെ അതിൽ നിന്ന് ഒരുപാട് ഇമ്പ്രൂവ് ചെയ്തിട്ട് കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ടുള്ള വർക്ക് കൾച്ചർ കൊണ്ടുവരുന്നതിലേക്ക് സംഘടനകൾ ഒരുപാട് കോൺട്രിബ്യൂഷൻസ് നൽകിയിട്ടുണ്ട്. ഏതൊരു വർക്ക് സിസ്റ്റത്തിൽ അവിടുത്തെ കോൺട്രിബ്യൂട്ടറിനെ അല്ലെങ്കിൽ എംപ്ലോയിയുടെ അവരുടെ ഒരു ഫുൾഫിൽമെന്റ് നമുക്ക് എൻഷുർ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അത് സ്വാഭാവികമായിട്ട് ഒരു ടോക്സിക് വർക്ക് കൾച്ചറായിട്ട് മാറാൻ സാധ്യതയുണ്ട്. ഒരു ഓർഗനൈസേഷൻ ബിഹേവിയർ തിയറീസ് ഒക്കെ പഠിക്കുമ്പോൾ നമ്മൾ പല വർക്ക് കൾച്ചറുകൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതിലൊരു പക്ഷേ പഠിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വളരെ ടോക്സിക് ആയിട്ട് തോന്നുന്നൊരു വർക്ക് കൾച്ചറുകളാണ് ഇതുപോലെ വളരെ ടൈറ്റ് ആയിട്ടുള്ള ഹൈറാർക്കിക്കൽ സിസ്റ്റംസിൽ പിരിയാൻ പറ്റും. പക്ഷെ അതിൽ നിന്നൊക്കെ ഒരുപാട് മാറി ഇന്ന് വളരെയേറെ സംതൃപ്തി നൽകുന്ന രീതിയിലേക്ക് ഫാമിലി ലൈഫ് മാനേജ് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ള നല്ലൊരു ലൈഫ് ജീവിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് പോലീസ് ഉദ്യോഗസ്ഥരുടെ ജീവിതം ജീവിക്കാൻ പറ്റുന്നുണ്ട്. അതിന് സംഘടനകൾ വളരെയേറെ സംഭാവന നൽകിയിട്ടുണ്ട്.
ചടങ്ങിൽ 2023-24 സാമ്പത്തിക വർഷത്തിൽ പോലീസ് സൊസൈറ്റിയിൽ നിന്നും കുടിശ്ശികയില്ലാതെ വായ്പ തിരിച്ചടച്ച ഉദ്യോഗസ്ഥർക്ക് 1% പലിശ തിരികെ നൽകുന്ന പദ്ധതിക്കും തുടക്കമായി. മറയൂർ പോലീസ് സ്റ്റേഷനിലെ ഡ്രൈവർ CPO സജു സണ്ണ് 79,054 രൂപയുടെ ചെക്ക് ജില്ലാ പോലീസ് മേധാവി വിഷ്ണുപ്രദീപ് TK IPS കൈമാറി. പോലീസ് സഹകരണ സംഘം പ്രസിഡന്റ് സനൽകുമാർ H അധ്യക്ഷനായിരുന്നു. കട്ടപ്പന DYSP PV ബേബി, SHO സുരേഷ് കുമാർ, SIമാരായ ഉദയകുമാർ, രാജീവ് MR, പോലീസ് അസോസിയേഷൻ പ്രസിഡന്റ് അനീഷ് കുമാർ S, സെക്രട്ടറി മനോജ് കുമാർ EG എന്നിവർ സംസാരിച്ചു. 1300ഓളം സംഘാംഗങ്ങൾക്ക് പലിശ ഇളവിന്റെ ആനുകൂല്യം ലഭിക്കുമെന്ന് സംഘം ഭാരവാഹികൾ അറിയിച്ചു. സംഘടനാ രൂപീകരണ ദിനത്തിന്റെ ഭാഗമായി വിവിധയിടങ്ങളിൽ പതാകയും ഉയർത്തി. അടിമാലി കുമളി ദേശീയപാതയിൽ അപകടങ്ങൾ തുടർക്കഥയാകുന്നു. ഒരു ദശാബ്ദത്തിനിടയിൽ ഇവിടെ 10ഓളം ആളുകൾക്കാണ് വാഹനാപകടങ്ങളിൽ ജീവൻ നഷ്ടമായത്. റോഡിന്റെ വീതി കുറവാണ് മിക്ക അപകടങ്ങൾക്കും കാരണം. ടൂറിസം മേഖലകളെ ബന്ധിപ്പിക്കുന്ന ദൈർഘ്യം കുറഞ്ഞ ദേശീയപാതയാണ് അടിമാലി കുമളി ദേശീയപാത. പശ്ചിമഘട്ട മലനിരകൾക്കിടയിലൂടെ കടന്നുപോകുന്ന റോഡ് ഉന്നത നിലവാരത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നതെങ്കിലും അപകടങ്ങൾ പതിവാണ്. മതിയായ വീതിയില്ലാത്തതാണ് അപകടങ്ങൾക്ക് പ്രധാന കാരണം. റോഡിന് ഇരുവശത്തും ഓടകൾ ഇല്ലാത്തതും മറ്റൊരു കാരണമാണ്. കഴിഞ്ഞ ദിവസം KSRTC ബസ്സും മിനി ലോറിയും കൂട്ടിയിടിച്ചുണ്ടായ അപകടമാണ് ഏറ്റവും ഒടുവിലത്തേത്. റോഡരികിൽ പാർക്ക് ചെയ്തിരുന്ന പിക്കപ്പ് ജീപ്പിനെ മറികടക്കുന്നതിനിടയിൽ ബസ്സിലേക്ക് ലോറി ഇടിച്ചു കയറുകയായിരുന്നു. റോഡിന്റെ വീതി കുറവാണ് അപകടത്തിന് കാരണമായതെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. ഈ വെള്ളയാങ്കുടിക്കും 10 മൈലിനും ഇടയ്ക്ക് കഴിഞ്ഞ ഒരു മാസക്കാലമായിട്ട് നിരന്തരമായി അപകടം ഉണ്ടാകുകയാണ്. ഏതാണ്ട് 20-25 വർഷത്തിനിടയ്ക്കുമായിട്ട് 10ഓളം ആളുകൾ ഈ പ്രദേശത്ത് മരിച്ചു കഴിഞ്ഞു. എത്ര ശ്രദ്ധിച്ചാലും ഈ പറഞ്ഞ പോലെ ഈ കാടും പടലും ഒക്കെ നിൽക്കുന്നതുകൊണ്ടും അതുപോലെ തന്നെ നെയിൻ ബോർഡുകൾ കാണാതിരിക്കുന്നതുകൊണ്ടൊക്കെയാണ് അപകടം ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ നാഷണൽ ഹൈവേ ആണെന്ന് പറഞ്ഞാലും ആവശ്യമായ റോഡിന് ആവശ്യമായ വീതിയില്ല. വീതിയില്ലാത്തതും കലിങ്ങിൻ്റെ വീതി കുറവുമൊക്കെ വലിയ പ്രശ്നമായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഞങ്ങൾ പല പ്രാവശ്യം ആവശ്യപ്പെട്ടതാണ്. ഇവിടം വെള്ളയാമ്പടി സ്കൂൾ മുതൽ സരസ്വതി സ്കൂളിൻ്റെ അത്തരം ഭാഗം ഒരു ഫുട്പാത്ത് നിർമ്മിക്കണമെന്ന് നാഷണൽ ഹൈവേയോടും മുനിസിപ്പാലിറ്റിയോടും MLAയോടും MPയോടും ഒക്കെ ആവശ്യപ്പെട്ടതാണ്. നാളെ വരെയുള്ള സംവിധാനം ഇതുവരെ ഉണ്ടായിട്ടില്ല. ആയിരക്കണക്കിന് കുട്ടികൾ പഠിക്കുന്നതാണ്. വെള്ളയാമ്പടി തന്നെ 3000ഓളം കുട്ടികൾ പഠിക്കുന്നു. സരസ്വതി സ്കൂളിലുണ്ട്, നിർമ്മൽ ജ്യോതി സ്കൂളുണ്ട്, മറ്റ് നിരവധി സ്കൂൾ ബസ്സുകൾ ഇതിലെ ഓടുന്നു. ഒരുപാട് വഴിയാത്രക്കാർ നടക്കുന്ന പ്രദേശമാണ്. പക്ഷേ നാളെ വരെയായിട്ട് ഇതിൻ്റെ തീരുമാനം ഉണ്ടായിട്ടില്ല. ഈ അപകടങ്ങളെല്ലാം വരുത്തി വെച്ചിട്ടും അധികൃതരുടെ ഭാഗത്തുനിന്നുള്ള അനാസ്ഥയാണ് ഇതിനെല്ലാം കാരണമെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അടിയന്തരമായി ഇതിനൊരു പരിഹാരം ഉണ്ടാകണം. ആവശ്യമായ റോഡിന് വീതി ഉണ്ടാകണം. അതുപോലെ തന്നെ രാവിലെയും വൈകുന്നേരവും ആവശ്യമായ പോലീസ് പട്രോളിങ്ങും ഈ സമയത്ത് ഉണ്ടാകണം എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. ഒരു ദശാബ്ദത്തിനിടയിൽ 10ഓളം ആളുകൾക്കാണ് ഈ റോഡിലുണ്ടായ വാഹനാപകടങ്ങളിൽ ജീവൻ നഷ്ടമായത്. ഡബിൾ കട്ടിംഗ് മുതൽ വെള്ളയാങ്കുടി വരെയുള്ള ഭാഗത്താണ് അപകടങ്ങൾ ഉണ്ടാകാറ്. അടുത്തിടെ റോഡ് നവീകരിച്ചെങ്കിലും മതിയായ ഐറിഷ് ഓടകൾ എങ്ങും നിർമ്മിച്ചിട്ടില്ല. കാലപ്പഴക്കം ചെന്ന മുന്നറിയിപ്പ് ബോർഡുകളാണ് പാതയിലെ മറ്റൊരു വില്ലൻ. ഒപ്പം കാൽവരി മൗണ്ട് അടക്കമുള്ള ഇടങ്ങളിൽ വലിയ അപകട ഭീഷണി ഉയർത്തിയാണ് ഓടകൾ നിർമ്മിച്ചിട്ടുള്ളതും. കൂടാതെ തിട്ടകളിൽ നിന്നും റോഡിലേക്ക് പതിക്കുന്ന വലിയ പാറക്കല്ലുകൾ റോഡിനോട് ചേർന്ന് തന്നെ കിടക്കുന്നതും അപകടങ്ങൾക്ക് കാരണമാകാറുണ്ട്. റോഡിന്റെ അപകടാവസ്ഥ പരിഹരിക്കാത്ത പക്ഷം മഴക്കാലത്ത് മഞ്ഞുമൂടുന്ന വഴിയിൽ അപകടങ്ങൾ തുടർക്കഥയായേക്കാം. വണ്ടിപ്പെരിയാർ അരണക്കൽ എസ്റ്റേറ്റിൽ സ്വകാര്യ ഏലത്തോട്ടത്തിൽ ജോലിക്കെത്തിയ തൊഴിലാളി കുഴഞ്ഞു വീണു മരിച്ചു. വണ്ടിപ്പെരിയാർ കുരിശുമല പുതുവൽ സ്വദേശി പെരുമാളാണ് മരിച്ചത്. വണ്ടിപ്പെരിയാർ അരണക്കൽ AKG കോളനി സ്വദേശി മാരിയപ്പൻ എന്നയാളുടെ സ്വകാര്യ ഏലത്തോട്ടത്തിൽ കുഴിയെടുക്കാൻ എത്തിയതായിരുന്നു പെരുമാൾ ജോലിക്കിറങ്ങിയ ശേഷം തോട്ടം ഉടമയായ മാരിയപ്പനുമായി ജോലി വിഷയങ്ങൾ ഫോണിൽ വിളിച്ച് സംസാരിച്ചിരുന്നു. പിന്നീട് തോട്ടത്തിലെത്തിയ ഉടമ പെരുമാളിനെ അന്വേഷിച്ചെങ്കിലും കണ്ടെത്താൻ സാധിച്ചില്ല. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഏലത്തോട്ടത്തിൽ വീണുകിടക്കുന്നത് കണ്ടത്. തുടർന്ന് നാട്ടുകാരുടെ സഹായത്തോടെ അരണക്കൽ AVT ഗ്രൂപ്പ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു. തുടർന്ന് മൃതദേഹം വണ്ടിപ്പെരിയാർ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റി. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. വസന്തയാണ് ഭാര്യ. ദേവി, സരിത എന്നിവർ മക്കളാണ്. കട്ടപ്പന ബാർ അസോസിയേഷന്റെ പുതിയ ഭരണസമിതി ചുമതലയേറ്റു. ഫാമിലി കോർട്ട് ജഡ്ജ് SK അനിൽകുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ബാർ അസോസിയേഷൻ ഹാളിൽ വെച്ചാണ് 2024-25 വർഷത്തെ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം നടന്നത്. മുൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെം കോരസൺ അധ്യക്ഷനായിരുന്നു. ഫാമിലി കോർട്ട് ജഡ്ജ് SK അനിൽകുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഈ അസോസിയേഷൻ്റെ ഒത്തൊരുമ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. കാരണം ഞാൻ വന്ന ദിവസം തന്നെ ഞാൻ ഭാരവാഹികളോട് ചോദിച്ചായിരുന്നു, എനിക്കൊരു
അഡ്വക്കേറ്റ് കമ്മീഷൻ വെക്കാൻ വേണ്ടി ഒരു ലിസ്റ്റ് വേണം. അപ്പോൾ പഴയ പ്രസിഡന്റും സെക്രട്ടറിയോട് ചോദിച്ചത് അവർ തരാമെന്ന് പറഞ്ഞു. അപ്പോൾ തന്നില്ല. പക്ഷെ അതൊക്കെ ഒത്തൊരുമയാണ്. കാരണം ഞാൻ പിന്നീട് അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് പുതിയ ഭാരവാഹികൾ ചാടിയെടുക്കുമ്പോൾ അവർ ഒഫീഷ്യലായിട്ട് തരട്ടെ എന്ന് വെച്ചിട്ട് തരാതിരുന്നതാണ്. അതാണ് ഞാൻ ഒത്തൊരുമ ഉണ്ടെന്ന് പറയാൻ കാര്യം. ആ ഒരു സ്നേഹം, ആ ഒരു കാഴ്ചപ്പാട് വളരെ ഇഷ്ടപ്പെട്ടു. എന്തായാലും പുതിയ ആളുകൾ ചാർജ് എടുക്കുമ്പോൾ എത്രയും പെട്ടെന്ന് തരണമെന്ന് അന്വേഷിക്കുന്നു. ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോർട്ട് ജഡ്ജ് മഞ്ജു വി മുഖ്യപ്രഭാഷണം നടത്തി. കട്ടപ്പന ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷാജി കുര്യൻ, സെക്രട്ടറി അഡ്വക്കേറ്റ് ജസൻ സണ്ണി, ട്രഷറർ അഡ്വക്കേറ്റ് അനിൽ ടി, ജോയിന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് ക്രിസ്റ്റോ എന്നിവരടക്കമുള്ള കമ്മിറ്റിയാണ് ചുമതലയേറ്റത്. പീരുമേട് ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സാബു തോമസ്, മുതിർന്ന അഭിഭാഷകരായ AM മൈക്കിൾ, ജോസഫ് കാവുങ്കൽ, ടോം തോമസ്, ബേബി ജോസഫ്, VA ജോർജ്, പ്രസീത കെ പിള്ള, ആന്റണി M ജോർജ്, ക്ലർക്ക് അസോസിയേഷൻ പ്രസിഡന്റ് സുരേഷ് ബാബു തുടങ്ങിയവർ സംസാരിച്ചു. കേരള പോലീസ് അസോസിയേഷൻ 38ാമത് ഇടുക്കി ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് ഫുട്ബോൾ മത്സരം സംഘടിപ്പിച്ചു. ഇരട്ടയാർ ശാന്തിഗ്രാം ഗാന്ധിജി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ നടന്ന മത്സരം കട്ടപ്പന DYSP PV ബേബി ഉദ്ഘാടനം ചെയ്തു. തൊടുപുഴ സബ് ഡിവിഷൻ വിജയികളായി. ജൂൺ 23-ന് കട്ടപ്പന ഓസാനം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ വെച്ചാണ് ജില്ലാ സമ്മേളനം നടക്കുന്നത്. ഇതിന്റെ പ്രചരണാർത്ഥം വിവിധ കായിക മത്സരങ്ങൾ സംഘടിപ്പിച്ചു വരികയാണ്. ഇതിന്റെ ഭാഗമായി ശാന്തിഗ്രാമിൽ സംഘടിപ്പിച്ച ഫുട്ബോൾ മത്സരം കട്ടപ്പന DYSP PV ബേബി ഉദ്ഘാടനം ചെയ്തു. ഈ ജില്ലാ സമ്മേളനത്തിൻ്റെ 38ാം വാർഷികത്തോടനുബന്ധിച്ച് നടക്കുന്ന സ്പോർട്സ് മത്സരങ്ങളുടെ 2ാമത്തെ മത്സരമാണ്. ആദ്യത്തെ മത്സരവും ഭാഗ്യവശാൽ ഞാൻ തന്നെയാണ് ഉദ്ഘാടനം ചെയ്തത്. 2ാമത്തെ ഇന്ന് ഫുട്ബോൾ മത്സരം നടക്കുന്നു. ഈ മത്സരത്തിൽ പങ്കെടുക്കുന്ന എല്ലാ ടീം അംഗങ്ങൾക്കും തികഞ്ഞ സ്പോർട്സ്മാൻ സ്പിരിറ്റോടെ ഇതിൽ പങ്കെടുത്ത് ഇതിൻ്റെ പങ്കാളിത്തമാണ് ഈ മത്സരത്തിൻ്റെ വിജയം. കാരണം നമ്മുടെ ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് നടക്കുന്ന പോലീസുകാരുടെ പ്രാതിനിധ്യം ഉറപ്പാക്കുന്ന, എല്ലാവിധ സ്പോർട്സ് ഐറ്റങ്ങളിലും പ്രാതിനിധ്യം ഉറപ്പാക്കുന്ന, തികച്ചും വളരെ സന്തോഷത്തോടെ സൗഹൃദത്തോടെ നമ്മുടെ ആരോഗ്യം നിലനിർത്തുന്നതിന് കൂടി ഉള്ള ഒരു മത്സരമായിട്ടാണ് ഫുട്ബോൾ മത്സരത്തെ കാണുന്നത്. ഉദ്ഘാടന സമ്മേളനത്തിൽ കേരള പോലീസ് അസോസിയേഷൻ ഇടുക്കി ജില്ലാ പ്രസിഡന്റ് അനീഷ് കുമാർ S അധ്യക്ഷനായിരുന്നു. ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിഷ ഷാജി, ഗ്രാമപഞ്ചായത്ത് അംഗം ആനന്ദ് വിളയിൽ, സെക്രട്ടറി മനോജ് കുമാർ EG തുടങ്ങിയവർ മുഖ്യ അതിഥികളായി. തൊടുപുഴ സബ് ഡിവിഷൻ ടീം 3-0 1ാം സ്ഥാനം നേടി. ബെസ്റ്റ് പ്ലെയറായി തൊടുപുഴ ടീമിലെ അബ്ദുൾ ഗഫൂർ KA തിരഞ്ഞെടുക്കപ്പെട്ടു. കട്ടപ്പന, ഇടുക്കി, പീരുമേട്, മൂന്നാർ, AR ക്യാമ്പ് എന്നിവിടങ്ങളിൽ നിന്ന് 5 ടീമുകളാണ് മത്സരത്തിൽ പങ്കെടുത്തത്. വിജയികൾക്ക് തങ്കമണി SHO സനീഷ് SR ട്രോഫികൾ വിതരണം ചെയ്തു. മാർഷൽ ആർട്സ് ഇനമായ സാംബോയിൽ ദേശീയതലത്തിൽ 1ാം സ്ഥാനം നേടിയിട്ടും അന്തർദേശീയ മത്സരത്തിൽ പങ്കെടുക്കാൻ സാഹചര്യമില്ലാതെ കായിക താരം. സ്പോൺസറെ ലഭിക്കാത്തതിനാൽ രാജ്യാന്തര മത്സരത്തിൽ 2ാം തവണയും അവസരം കിട്ടിയിട്ടും സാമ്പത്തിക പരാധീനത മൂലം പങ്കെടുക്കാൻ സാധിക്കുമോ എന്ന ആശങ്കയിലാണ് തൊടുപുഴ കരിങ്കുന്നം സ്വദേശി അഭിജിത്ത് M മഹേഷ്. ചൈനയിൽ 27 മുതൽ നടക്കുന്ന സാംബോ ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാനാണ് അഭിജിത്ത് സ്പോൺസറെ തേടുന്നത്. പരിമിതമായ സാഹചര്യത്തിൽ നിന്ന് കഠിനാധ്വാനം കൊണ്ടാണ് സാംബോയിൽ ഇതുവരെയുള്ള നേട്ടങ്ങൾ അഭിജിത്ത് നേടിയത്. അഭിജിത്തിന് ലഭിച്ച മെഡലുകളാണ് പണി തീരാത്ത ഈ വീട്ടിൽ നിറഞ്ഞിരിക്കുന്നത്. 2022-ൽ കാശ്മീരിൽ നടന്ന ദേശീയതല മത്സരത്തിൽ സാംബോയിൽ 1ാം സമ്മാനം അഭിജിത്ത് നേടിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ബംഗ്ലാദേശിൽ നടന്ന സൗത്ത് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിലേക്ക് അവസരം ലഭിച്ചെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ട് മൂലം അഭിജിത്തിന് പങ്കെടുക്കാനായില്ല. 7ാം ക്ലാസ് മുതൽ നെടുങ്കണ്ടത്തെ സർക്കാർ സ്പോർട്സ് ഹോസ്റ്റലിലും +2 ബിരുദവും തൃശൂർ സായിയിൽ നിന്നുമാണ് അഭിജിത്ത് പഠനവും പരിശീലനവും നടത്തിയിരുന്നത്. ഈ കാലങ്ങളിൽ ജൂഡോ, റെസ്ലിംഗ്, സാംബോ തുടങ്ങിയ ഇനങ്ങളിൽ നിരവധി മെഡലുകൾ നേടി. കഴിഞ്ഞ 2 വർഷമായി നെഹ്റു ട്രോഫി നേടിയ PBC പള്ളാത്തുരുത്തി ടീമിന്റെ തുഴച്ചിൽക്കാരൻ കൂടിയാണ് ഈ യുവതാരം. ചൈനയിൽ നടക്കുന്ന ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാൻ തീവ്ര പരിശീലനത്തിലാണ് ഈ കായിക താരം. എന്നാൽ എങ്ങനെ പണം കണ്ടെത്തുമെന്ന ആശങ്കയാണുള്ളത്. 2022 ജമ്മു കാശ്മീർ വെച്ച് നടന്ന നാഷണൽ സാംബോ ചാമ്പ്യൻഷിപ്പിൽ എനിക്ക് 1ാം സ്ഥാനം ലഭിച്ചിരുന്നു. തുടർന്ന് ബംഗ്ലാദേശിൽ വെച്ച് നടന്ന സൗത്ത് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിലേക്ക് സെലക്ഷനും ലഭിച്ചിരുന്നു. പക്ഷേ എനിക്ക് സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ ഉള്ളതുകൊണ്ട് മത്സരിക്കാൻ സാധിച്ചില്ല. അതിൻ്റെ വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇപ്പോൾ ചൈനയിൽ വെച്ച് നടക്കാൻ പോകുന്ന ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിലേക്ക് വീണ്ടും സെലക്ഷൻ ലഭിച്ചത്. ഈ മാസം 27 തൊട്ട് 1-ാം തീയതി വരെയാണ് ആ മത്സരം നടക്കുന്നത്. അപ്പോൾ അതിൽ പങ്കെടുക്കണം. ഇന്ത്യക്ക് വേണ്ടി ഒരു സ്വർണ്ണ മെഡൽ നേടണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഞാനതിൻ്റെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുമുണ്ട്. സാമ്പത്തികം തന്നെയാണ് അതിനും പ്രശ്നം.
എൻ്റെ അച്ഛന് കൂലിപ്പണിയാണ്, അമ്മ വീട്ടിൽ തന്നെ ഹൗസ് വൈഫാണ്. കൂലിപ്പണിക്കാരനായ പിതാവിന് ലഭിക്കുന്ന തുച്ഛമായ തുകയാണ് കുടുംബത്തിന്റെ ഏക വരുമാനം. അന്തർദേശീയ മത്സരത്തിൽ പങ്കെടുത്ത് രാജ്യത്തിനു വേണ്ടി മെഡൽ നേടുന്ന സ്വപ്നത്തിലെത്താൻ സ്പോൺസറായി സുമനസ്സുകൾ എത്തുമെന്ന പ്രതീക്ഷയിലാണ് അഭിജിത്തും കുടുംബവും. അടിമാലി ഗ്രാമപഞ്ചായത്തിൽ ശ്രവണ വൈകല്യമുള്ള ആളുകൾക്ക് ശ്രവണ സഹായികൾ വിതരണം ചെയ്തു. ചടങ്ങിൽ ഓർത്തോ ഉപകരണങ്ങളുടെ വിതരണവും നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൗമ്യ അനിൽ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. അടിമാലി ഗ്രാമപഞ്ചായത്ത് 2023-24 സാമ്പത്തിക വർഷത്തിൽ ഭിന്നശേഷിക്കാർക്കുള്ള ഉപകരണങ്ങൾ വാങ്ങുന്നതിനായി 9 ലക്ഷത്തോളം രൂപ വകയിരുത്തിയിരുന്നു. ഇതിൽ 1,36,000 രൂപയോളം ചിലവഴിച്ചാണ് ശ്രവണ സഹായികൾ വാങ്ങിയത്. പഞ്ചായത്തിൽ ശ്രവണ വൈകല്യമുള്ള ആളുകൾക്കായി ഈ ശ്രവണ സഹായികൾ വിതരണം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൗമ്യ അനിൽ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. സാമ്പത്തിക വർഷത്തിൽ അടിമാലി ഗ്രാമപഞ്ചായത്ത് ഭിന്നശേഷിക്കാർക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്. 9 ലക്ഷം രൂപ നമ്മൾ വകവരുത്തിയിരുന്നു. അതിൽ ഓർത്തോയ്ക്കായിട്ടും ഭിന്നശേഷിക്കാർക്കായിട്ട് ഉപകരണം വാങ്ങുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഫണ്ട് മാറ്റിവെച്ചിരുന്നത്. ചടങ്ങിൽ ഓർത്തോ ഉപകരണങ്ങളുടെ വിതരണവും നടന്നു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനസ് ഇബ്രാഹിം ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി നന്ദകുമാർ, ICDS പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. കട്ടപ്പന ഓസാനം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ മെറിറ്റ് ഡേ സംഘടിപ്പിച്ചു. ജില്ലാ പോലീസ് മേധാവി TK വിഷ്ണുപ്രദീപ് IPS ഉദ്ഘാടനം ചെയ്തു. സ്കൂളിലെത്തിയ ജില്ലാ പോലീസ് മേധാവിയെ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെയാണ് സ്വീകരിച്ചത്. രണ്ടായിരത്തി 2023-24 അധ്യയന വർഷത്തിൽ 10ാം ക്ലാസ്സിൽ നിന്നും എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ 62 കുട്ടികൾക്കും ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ എല്ലാ വിഷയങ്ങൾക്കും A+ കരസ്ഥമാക്കിയ 8 കുട്ടികളെയും 90% മാർക്ക് നേടിയ 7 കുട്ടികളെയും അനുമോദിച്ചു. ജില്ലാ പോലീസ് മേധാവി TK വിഷ്ണുപ്രദീപ് IPS അനുമോദന യോഗം ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ സ്വപ്നങ്ങളെ തിരിച്ചറിയാൻ പഠിക്കണം. നമ്മുടെ സ്വപ്നങ്ങളെ ഡിഫൈൻ ചെയ്യേണ്ടതാണ് നമ്മൾ തന്നെ, മറ്റുള്ളവരാണ്. വലിയ സ്വപ്നങ്ങൾ കാണണമെന്നാണ് APJ അബ്ദുൽ കലാം പറഞ്ഞിട്ടുള്ളത്. പക്ഷെ വലിയ സ്വപ്നങ്ങൾ കാണുമ്പോൾ ചില ആൾക്കാർ നമ്മളോട് പറയും നമ്മളെ കൊണ്ട് പറ്റില്ല. അവരാണ് അപ്പോൾ നമ്മുടെ സ്വപ്നങ്ങളെ ഡിഫൈൻ ചെയ്യുന്നത്. ഒരു ചട്ടക്കൂട് ഉണ്ടാക്കിയിട്ട് ഇത്രയൊക്കെയുള്ള സ്വപ്നങ്ങൾ മാത്രമേ നിനക്ക് പറ്റൂ എന്ന് പറയും. നമ്മളാണ് നമ്മുടെ സ്വപ്നങ്ങളെ ഡിഫൈൻ ചെയ്യുന്നത്. നമ്മുടെ ലക്ഷ്യങ്ങൾ എന്താണ് ഡിഫൈൻ ചെയ്യുന്നത് നമ്മളാണ് ആ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്. നമ്മുടെ ഗോൾസ് എന്താണ്, എങ്ങനെയാണ് അവിടത്തേക്ക് എത്തേണ്ടത്. പക്ഷെ നമ്മളത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനോടുള്ള നമ്മുടെ കമ്മിറ്റ്മെൻറ്റ് ആത്മാർത്ഥമായിരിക്കണം. സിൻസിയറായിട്ട് അതിന് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ സെറ്റ് ബാക്സ് ഉണ്ടായിരിക്കും. കുറച്ച് തീരുമാനത്തോടെ ദൃഢനിശ്ചയത്തോടെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുക. സെറ്റ് ബാക്സ് ഉണ്ടായിരിക്കാം. നിങ്ങളുടെ ജേണി വലിയൊരു ലക്ഷ്യത്തിലേക്കാണെങ്കിൽ ചിലപ്പോൾ വീണ് പോയേക്കാം, പലതവണ വീണ് പോയേക്കാം. പക്ഷെ വീണാലും വീണ്ടും എണീച്ചിട്ട് അവിടത്തേക്ക് എത്തണമെന്നുള്ള ദൃഢനിശ്ചയത്തോടെ വാശിയോടുകൂടി മുന്നോട്ട് നടന്നുകൊണ്ടേയിരിക്കുക. എന്നെ ഏറെ ഇൻസ്പയർ ചെയ്ത ഗാന്ധിജിയുടെ വാക്കുകളുണ്ട്. സ്ട്രെങ്ത് ഡസ് നോട്ട് കം ഫ്രം ഫിസിക്കൽ കപ്പാസിറ്റി, ഇറ്റ് കംസ് ഫ്രം ആൻ ഇൻഡോമിറ്റബിൾ വിൽ. എന്താണ് ഈ ഇൻഡോമിറ്റബിൾ വിൽ എന്നറിയാമോ? തകരാത്ത ദൃഢനിശ്ചയത്തിലാണ് നമ്മുടെ കരുത്തുള്ളത്. ആ ഒരു ദൃഢനിശ്ചയം നിങ്ങൾക്കുണ്ടെങ്കിൽ ഏത് വലിയ കൊടുമുടിയിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിക്കും. കുട്ടികളുടെ വിജയം മാതാപിതാക്കളുടെയും അധ്യാപകരുടെയും സ്കൂളിന്റെയും വിജയമാണെന്ന് സ്കൂൾ മാനേജർ ഫാദർ ജോസ് മാത്യു പറപ്പള്ളിൽ പറഞ്ഞു. സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ മനു കെ മാത്യു, PTA പ്രസിഡന്റ് സജിത് തോമസ്, ഹെഡ്മാസ്റ്റർ ഡേവിസ് TJ തുടങ്ങിയവർ സംസാരിച്ചു. ആദായനികുതി വകുപ്പിന്റെയും രാജകുമാരി അക്കോക്സ് ടാക്സ് സെന്ററിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. രാജകുമാരി വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ നടന്ന ഏകദിന സെമിനാറിൽ നിരവധി സംരംഭകരും വ്യാപാരികളും കർഷകരും ബാങ്ക് ജീവനക്കാരും പങ്കെടുത്തു. ആദായനികുതി പൊതുബോധവൽക്കരണത്തിന്റെ ഭാഗമായിട്ടാണ് ഏകദിന സെമിനാർ സംഘടിപ്പിച്ചത്. ആദായനികുതി വകുപ്പിന്റെയും രാജകുമാരി അക്കോക്സ് ടാക്സ് സെന്ററിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലായിരുന്നു പരിപാടി. കാർഷിക വരുമാനത്തിലെ നികുതി, വ്യവസായ വരുമാനത്തിലെ നികുതി, ശമ്പള നികുതി, മറ്റ് ഇതര നികുതികളെക്കുറിച്ചുള്ള സെമിനാറായിരുന്നു സംഘടിപ്പിച്ചത്. രാജകുമാരി വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ നടന്ന സെമിനാർ കൊച്ചി ഇൻകം ടാക്സ് ജോയിന്റ് കമ്മീഷണർ അനിതാ ദേവി ഉദ്ഘാടനം ചെയ്തു. നമ്മളെ സംബന്ധിച്ചിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസും ഉണ്ട്. അപ്പോൾ അതിൻ്റെ ബേസിസിൽ ആ ഇൻഫർമേഷൻ നിങ്ങളുമായിട്ട് പങ്കുവെച്ചുകൊണ്ട് അത്
ശരിയാണോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് എന്ന് അറിയാൻ ആണ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വിവിധ തരത്തിലുള്ള നോട്ടീസുകൾ അയക്കുന്നത്. ആ നോട്ടീസുകൾ കൈപ്പറ്റി കഴിഞ്ഞാൽ കൃത്യമായി അതിന് റെസ്പോണ്ട് ചെയ്യുക, പ്രതികരിക്കുക. അത് കൈപ്പറ്റണമെങ്കിൽ തന്നെ ഒരു കാര്യം എനിക്ക് പ്രത്യേകം പറയാനുള്ളത്, നമ്മളെപ്പോഴും അയക്കുന്നത് നമ്മുടെ ആ സിസ്റ്റത്തിൽ നിങ്ങൾ തന്നിട്ടുള്ള മെയിൽ ഐ ഡിയിലേക്കോ അല്ലെങ്കിൽ ഫോൺ നമ്പർ വഴിയായിരിക്കും. ഫോൺ നമ്പറിലേക്ക് SMS ആയിട്ടോ അല്ലെങ്കിൽ മെയിൽ ഐ ഡിയിലേക്ക് മെയിൽ സന്ദേശമായിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ എപ്പോഴും നല്ല കാര്യം നിങ്ങൾ തന്നെ മെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്ത് നിങ്ങളുടെ മെയിൽ ഐ ഡിയും സ്വന്തം ഫോൺ നമ്പറും പ്രൈമറി മെയിൽ ഐ ഡി ആയിട്ട് കൊടുക്കുന്നതാണ് ഏറ്റവും ഉത്തമം. ആദായ നികുതിയെക്കുറിച്ച് ആദായ നികുതി വകുപ്പിൽ നിന്നും തന്നെ വ്യക്തമായ ബോധവൽക്കരണം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സെമിനാർ സംഘടിപ്പിച്ചത്. ഇൻകം ടാക്സ് എല്ലാ ആളുകളെയും ബാധിക്കുന്ന ഒരു വിഷയമാണ്. വ്യാപാരികളെ മാത്രം ബാധിക്കുന്ന ഒരു വിഷയമാണ് GST എങ്കിൽ ഇൻകം ടാക്സ് എന്നുള്ളത് വ്യാപാരികളെയും കർഷകരെയും ജോലിക്കാരെയും എല്ലാവരെയും ബാധിക്കുന്ന ഒരു വിഷയമായതിനാൽ അതിൻ്റെ ഒരു പ്രസക്തി മനസ്സിലാക്കി കൊടുക്കുന്നതിനും ആളുകളെ ഒരു അവെയർ ചെയ്യുന്നതിനും വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. എന്തെങ്കിലും ഒരു പ്രശ്നത്തിൽ ചെന്ന് ചാടിയതിനു ശേഷം നമുക്കതിനകത്ത് സൊല്യൂഷൻ കണ്ടെത്താനായിട്ട് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഇനി വരും കാലഘട്ടത്തിൽ അവരവരുടെ ബാങ്ക് അക്കൗണ്ട് കൈകാര്യം ചെയ്യുന്ന കാര്യത്തിലും വരവ് ചെലവ് കണക്കുകൾ കൈകാര്യം ചെയ്യുന്ന കാര്യത്തിലും അത് കൃഷിക്കാരടക്കം വളരെ ശ്രദ്ധ ആ കാര്യത്തിൽ കാണിക്കണമെന്നാണ് ഈ ഒരു സെമിനാർ നടത്തുന്നതിന്റെ ആമുഖം എന്നുള്ള നിലയ്ക്ക് എനിക്ക് പറയുവാനുള്ളത്. ആദായ നികുതി വകുപ്പ് ഇൻസ്പെക്ടർമാരായ ശ്യാംചന്ദ്രൻ, ജോബി കുര്യൻ, EK രാജു എന്നിവർ ക്ലാസുകൾ നയിച്ചു. കർഷകർ, വ്യാപാരികൾ, സംരംഭകർ, വ്യവസായികൾ, ബാങ്ക് ജീവനക്കാർ തുടങ്ങിയ നിരവധി ആളുകൾ സെമിനാറിൽ പങ്കെടുത്തു. സുബിൻ ചാക്കോ, വന്ദന സുബിൻ, ജോമിയ ജോസഫ്, ഡയാന ജോണി തുടങ്ങിയവർ നേതൃത്വം നൽകി. അടിമാലി ഗ്രാമപഞ്ചായത്തിൽ അംഗനവാടികൾക്കുള്ള വിവിധ ഉപകരണങ്ങളുടെ വിതരണം നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൗമ്യ അനിൽ വിതരണോദ്ഘാടനം നിർവഹിച്ചു. മികച്ച അംഗനവാടി ടീച്ചർക്കുള്ള അംഗീകാരം ലഭിച്ച റംല ടീച്ചർക്ക് ചടങ്ങിൽ അനുമോദനമൊരുക്കി. അടിമാലി ഗ്രാമപഞ്ചായത്ത് 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് അങ്കണവാടികൾക്കുള്ള വിവിധ ഉപകരണങ്ങളുടെ വിതരണം നടത്തിയത്. വാർഷിക പദ്ധതിയിൽപ്പെടുത്തി ഗ്രാമപഞ്ചായത്ത് ഇതിനായി തുക മാറ്റിവെച്ചിരുന്നു. അടിമാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൗമ്യ അനിൽ വിതരണോദ്ഘാടനം നിർവഹിച്ചു. 2023-24 സാമ്പത്തിക വർഷത്തിൽ അടിമാലി ഗ്രാമപഞ്ചായത്ത് അംഗൻവാടികൾക്ക് മുൻതൂക്കം നൽകിക്കൊണ്ട് ICDSന്റെ കീഴിലുള്ള അംഗൻവാടികൾക്ക് മുൻതൂക്കം നൽകിക്കൊണ്ട് തന്നെയാണ് ഈ പ്രാവശ്യത്തെ ഭരണസമിതി നമ്മൾ ഫണ്ട് മാറ്റിവെച്ചിരുന്നത്. 11 ലക്ഷത്തോളം രൂപ അംഗൻവാടികൾക്കായിട്ട് നമ്മൾ മാറ്റിവെച്ചിരുന്നു. അതിന് പ്രകാരം കണ്ടെയ്നർ, മറ്റ് അംഗൻവാടികൾക്ക് വേണ്ടിയുള്ള മറ്റു ഉപകരണങ്ങൾ നമുക്ക് നൽകാൻ സാധിച്ചു. അതുപോലെ തന്നെ നമുക്ക് 5 ലക്ഷം രൂപയോളം കമ്പ്യൂട്ടർ വാങ്ങുന്നതിന് വേണ്ടി ഇപ്പോൾ മാറ്റിവെച്ചു. അതിൽ 3 ലക്ഷം രൂപ നമുക്ക് ചിലവായിട്ടുണ്ട്. 5 കമ്പ്യൂട്ടറാണ് നമുക്ക് വാങ്ങാൻ സാധിച്ചത്. ഇനിയും തുടർന്നുള്ള പ്രവർത്തനങ്ങളിൽ അംഗൻവാടികളെ മുൻതൂക്കം നൽകിക്കൊണ്ട് തന്നെ അടിമാലി ഗ്രാമപഞ്ചായത്തും മുമ്പോട്ട് പോകുന്നതായിരിക്കും. മികച്ച അങ്കണവാടി ടീച്ചർക്കുള്ള അംഗീകാരം ലഭിച്ച റംല ടീച്ചർക്ക് ചടങ്ങിൽ അനുമോദനമൊരുക്കി. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, ഉദ്യോഗസ്ഥ പ്രതിനിധികൾ, ICDS ഭാരവാഹികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. സംസ്ഥാന സ്പോർട്സ് അക്കാദമിയിൽ പഠനത്തിന് അവസരം ലഭിച്ച വണ്ടിപ്പെരിയാർ മഞ്ചുമല സ്വദേശി ഭുവനേഷ് കുമാറിനും കുടുംബത്തിനും സ്വീകരണം നൽകി. ധനശ്രീ SHയുടെ നേതൃത്വത്തിലായിരുന്നു സ്വീകരണം. സംസ്ഥാനതല സ്കൂൾ കബഡി ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുകയും സംസ്ഥാന സ്പോർട്സ് അക്കാദമിയിൽ പഠനം നടത്തുവാൻ അവസരം ലഭിക്കുകയും ചെയ്ത വണ്ടിപ്പെരിയാർ മഞ്ചുമല സ്വദേശി ഭുവനേഷ് കുമാറിനും കുടുംബാംഗങ്ങൾക്കുമാണ് മഞ്ചുമല ധനശ്രീ SHയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകിയത്. മഞ്ചുമലയിൽ വെച്ച് നടന്ന സ്വീകരണ പരിപാടിയിൽ ധനശ്രീ സംഘം പ്രസിഡന്റ് രാധ അച്യുത് അധ്യക്ഷനായിരുന്നു. വണ്ടിപ്പെരിയാർ ഗവൺമെന്റ് UP സ്കൂൾ പ്രധാനാധ്യാപകൻ ST രാജ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഗവൺമെന്റ് UP സ്കൂൾ കായികാധ്യാപിക ശ്യാമ, ഗ്രാമപഞ്ചായത്ത് അംഗം ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു. നിരവധി ആളുകൾ പരിപാടിയിൽ പങ്കെടുത്തു. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. ഉപ്പുതറ മുത്തമ്പടിക്കും കണ്ണമ്പടിക്കും ഇടയിൽ അധികമാരും കാണാത്ത മനോഹരമായ ഒരു വെള്ളച്ചാട്ടമുണ്ട്. വനത്തിനുള്ളിൽ നിന്നും ഒഴുകിയെത്തുന്ന വെള്ളം പാറക്കെട്ടുകൾക്കിടയിലൂടെ ഒഴുകുന്ന കാഴ്ച കാണുവാനും ആസ്വദിക്കുവാനും നിരവധി സഞ്ചാരികളാണ് ഓഫ് റോഡ് ജീപ്പുകളിൽ ഇവിടേക്ക് എത്തുന്നത്. ഉപ്പുതറ വളക്കോട് കണ്ണമ്പടിക്കുള്ള യാത്രയിൽ മുത്തമ്പടി കഴിഞ്ഞ് 1 കിലോമീറ്ററിനുള്ളിലാണ് ഈ മനോഹര കാഴ്ച.
കാടിനുള്ളിൽ നിന്നും ഉത്ഭവിച്ച ഒഴുകിയെത്തുന്ന വെള്ളം ആരുടെയും മനം കുളിർപ്പിക്കും. മഴക്കാലമായതോടെ ഒഴുക്ക് കൂടിയതിനാൽ വെള്ളച്ചാട്ടത്തിന്റെ സൗന്ദര്യവും വർദ്ധിച്ചു. വെള്ളച്ചാട്ടത്തെ അറിഞ്ഞ് ഇവിടേക്ക് എത്തുന്ന സഞ്ചാരികളുടെ എണ്ണവും അനുദിനം വർദ്ധിക്കുകയാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് പോലും ഇടുക്കിയിലേക്ക് എത്തുന്ന സഞ്ചാരികൾ ഓഫ് റോഡ് ജീപ്പുകൾ ഉപയോഗിച്ച് വെള്ളച്ചാട്ടം ആസ്വദിക്കാനായി എത്താറുണ്ട്. വെള്ളച്ചാട്ടത്തിനൊപ്പം വനപാതയിലൂടെയുള്ള യാത്രയും ഓരോരുത്തർക്കും സമ്മാനിക്കുന്നത് புத்தன் அனுபவமான. நல்லா இருந்துச்சு. அருவியில குளிச்சிட்டு வந்திருக்கோம். ஒரு 3 நாள் ட்ரிப் போட்டிருக்கோம். இந்த பிளேஸ் ரொம்ப நல்லா இருக்கு. ஃப்ரெஷ்ஷா இருக்கு. சென்னையில இருக்க வெயிலோட இங்க கம்மி. ஸோ வந்து இந்த கிளைமேட் ரொம்ப சில்லா இருக்கு. ஸோ ஃப்ரெண்ட்ஸோட வந்ததுனால கொஞ்சம் ஹாப்பியா இருக்கு. ചെറുചാറ്റൽ മഴയും കോടമഞ്ഞും ഉണ്ടെങ്കിൽ ഇവിടുത്തെ കാഴ്ച അനുഭവം വേറിട്ടത് തന്നെയാണ്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. ഇനി കമ്പോളം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. ഗ്രീൻ ഹൗസ് കാർഡമം മാർക്കറ്റിംഗ് ഏലക്ക ലേല വിവരം. ആകലോട്ട് 244, വിൽപ്പനയ്ക്ക് വന്നത് 72,473, വിൽപ്പന നടന്നത് 69,534, കൂടിയ വില 3,215, ശരാശരി വില 2,445. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 700 രൂപ, ഏലം കൂടിയ വില 2,300, ഏലം ശരാശരി വില 1,900. കാപ്പിപ്പരിപ്പ് 350, ഗ്രാമ്പു 975, കൊക്കോ 130, റബ്ബർ 180. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 6,615 രൂപ, വെള്ളി 90. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സുപ്രീം കോടതി നിയോഗിച്ച 5 അംഗ മേൽനോട്ട സമിതി മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ പരിശോധന നടത്തി. പരിശോധന എല്ലാ വർഷവും അണക്കെട്ടിൽ സന്ദർശനം നടത്തണമെന്ന സുപ്രീം കോടതി നിർദ്ദേശത്തെ തുടർന്ന് അതേസമയം മാധ്യമപ്രവർത്തകർ ഉദ്യോഗസ്ഥരുടെ ദൃശ്യങ്ങൾ പകർത്തിയത് കേരള പോലീസ് തടഞ്ഞു. ഇടുക്കിയിൽ ഹൈക്കോടതി പറയുന്നത് പോലെ ഗുരുതരമായ ഭൂമി പ്രശ്നമോ കയ്യേറ്റമോ ഇല്ലെന്ന് മുൻ മന്ത്രി എം എം മണി MLA. കോടതികൾ ഉന്നയിക്കുന്ന വിമർശനങ്ങളിൽ കാര്യമുണ്ടോ എന്ന് സർക്കാർ പരിശോധിക്കും. ഹൈക്കോടതിയെ സർക്കാർ വസ്തുതകൾ ധരിപ്പിക്കുമെന്നും എം എം മണി. ഉൽപാദന ചെലവ് വർദ്ധിച്ച സാഹചര്യത്തിൽ പാൽവില വർദ്ധിപ്പിക്കാൻ സർക്കാർ ഇടപെടൽ വേണമെന്ന ആവശ്യം. നിലവിൽ പാൽവിലയിൽ വർധനവ് വരുത്തിയത് 3 വർഷങ്ങൾക്ക് മുൻപ്. കാട്ടാന ജനവാസ മേഖലയിൽ തമ്പടിക്കുന്നത് കാഞ്ചാർ പേഴുങ്കണ്ടം മേഖലയിലെ ജനങ്ങളുടെ ഉറക്കം കെടുത്തുന്നു. പുലർച്ചയോടെ എത്തിയ കാട്ടാന മേഖലയിൽ വ്യാപക കൃഷിനാശം വരുത്തി. പേഴുങ്കണ്ടം പുതിയ പാലത്ത് ആന നാശം വിതച്ചത് തുടർച്ചയായ 2ാം ദിവസം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.